Hello, welcome to my dear classes. Unit 2, My Beautiful World. ഇതിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആയ വൺ തിങ് അറ്റ് എ ടൈം ആണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. വൺ തിങ് അറ്റ് എ ടൈം. ഒരു സമയത്ത് ഒരു കാര്യം, അതാണ് വൺ തിങ് അറ്റ് എ ടൈം. ലെറ്റ്സ് റിസൈറ്റ്. വർക്ക് വൈൽ യു വർക്ക്, പ്ലേ വൈൽ യു പ്ലേ. To be useful and happy, that is the way. എന്താണ് ഇതിന്റെ മീനിങ്? വർക്ക് വൈൽ യു വർക്ക്. നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് ജോലി മാത്രം ചെയ്യുക. പ്ലേ വൈൽ യു പ്ലേ. നിങ്ങൾ കളിക്കുന്ന സമയത്ത്, കളിക്കാനുള്ള സമയത്ത് കളിക്കുക. ടു ബി യൂസ്ഫുൾ ആൻഡ് ഹാപ്പി, ദാറ്റ് ഈസ് ദ വേ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും യൂസ്ഫുൾ ആവാനും അതുപോലെ ഒരു കാര്യം ചെയ്തതിനു ശേഷം ആ കാര്യം കൊണ്ട് നമ്മൾ ഹാപ്പി ആവാനും ദാറ്റ് ഈസ് ദ വേ, അതാണ് വഴി. വർക്ക് വൈൽ യു വർക്ക്, പ്ലേ വൈൽ യു പ്ലേ. ടു ബി യൂസ്ഫുൾ ആൻഡ് ഹാപ്പി, ദാറ്റ് ഈസ് ദ വേ. All that you do, do with all your might. Things done by halves are never done right. All that you do, do with all your might. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധയോടും ആത്മാർത്ഥതയോടും കൂടി തന്നെ ചെയ്യുക. തിങ്സ് ഡൺ ബൈ ഹാഫ്സ്. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് പൂർണ്ണമായി ചെയ്യുക, ഇല്ലെങ്കിൽ ഹാഫ് ആയി ചെയ്തു കഴിഞ്ഞാൽ ആർ നെവർ ഡൺ റൈറ്റ്. അതൊരിക്കലും പ്രോപ്പർ ആയിട്ട് ഫിനിഷ് ആവില്ല. ഓൾ ദാറ്റ് യു ഡു, ഡു വിത്ത് ഓൾ യുവർ മൈറ്റ്. തിങ്സ് ഡൺ ബൈ ഹാഫ്സ് are never done right. One thing at a time, and that done well, is a very good rule as many can tell. ഒരു കാര്യം ഒരു സമയം ചെയ്യുക, and that done well, ആ കാര്യം വളരെ വൃത്തിക്കും പ്രോപ്പർ ആയിട്ട് ചെയ്യുക. is a very good rule as many can tell. അനുഭവസ്ഥരായിട്ടുള്ളവരും അല്ലെങ്കിൽ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളും ഒക്കെ പറയുന്ന ഒരൊറ്റ റൂളാണ് വൺ തിങ് അറ്റ് എ ടൈം. എന്ത് ചെയ്യുമ്പോഴും അത് മാത്രം ഫോക്കസ് ചെയ്ത് അത് ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുക. വൺ തിങ് അറ്റ് എ ടൈം ആൻഡ് ദാറ്റ് ഡൺ വെൽ ഈസ് എ വെരി ഗുഡ് റൂൾ ആസ് മെനി ക്യാൻ ടെൽ. Moments should never be trifled away. So work while you work and play while you play. Moments should never be trifled away. നിങ്ങളുടെ സമയം ഒരിക്കലും വേസ്റ്റ് ആക്കി കളയാൻ പാടില്ല. ട്രിഫിൾഡ് അവേ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ആക്കി കളയുക. നിങ്ങളുടെ ടൈം, നിങ്ങളുടെ ഓരോ മൊമെന്റ്സും ഒരിക്കലും വേസ്റ്റ് ആക്കി കളയാൻ പാടില്ല. സോ വർക്ക് വൈൽ യു വർക്ക്. ജോലി ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ജോലി ചെയ്യുക. ആൻഡ് പ്ലേ വൈൽ യു പ്ലേ. നിങ്ങൾ കളിക്കുന്ന സമയത്ത് നന്നായി കളിക്കുക. Moments should never be trifled away. So work while you work and play while you play. ഈ ഒരു പോയത്തിന്റെ മീനിങ് എന്താണ്? നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ അതിലായിരിക്കണം. പഠിക്കുമ്പോൾ പഠിക്കുക, കളിക്കുമ്പോൾ ആസ്വദിച്ച് കളിക്കുക. ഇങ്ങനെ ഓരോ കാര്യം ചെയ്യുമ്പോഴും അതില് നന്നായി ഫോക്കസ് ചെയ്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് സക്സസ് ഉണ്ടാവുന്നത്. നമുക്കത് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണോ കാര്യങ്ങൾ ചെയ്യുന്നത്? ഇനി നമുക്ക് ഈ ചാപ്റ്ററിന് എക്സസൈസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, why is it important to focus on doing one thing at a time? ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യണം എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? എന്തായിരിക്കും? ആലോചിച്ച് നോക്കിയേ. It is important to focus on one thing at a time because it helps us to do our work carefully and correctly. ശ്രദ്ധയോടെയും ശരിയായിട്ടും ചെയ്യാൻ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. We can complete the task well without making mistakes. എപ്പോഴും ശ്രദ്ധയോടെ ചെയ്തു കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ മിസ്റ്റേക്സും ഒഴിവാക്കി അത് ചെയ്യാൻ നമുക്ക് പറ്റും. ഇനി make a list of words that rhyme in the poem one thing at a time. ഈ പോയത്തില് റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയായിരുന്നു?
നമുക്ക് ഈ പോയത്തിൽ നോക്കാം. ഇവിടെ പ്ലേ, വേ, പ്ലേ, വേ റൈമിംഗ് വേർഡ്സ് ആണ്. അതുപോലെ മൈറ്റ്, റൈറ്റ് റൈമിംഗ് വേർഡ്സ് ആണ്. ഇനിയോ വെൽ, ടെൽ റൈമിംഗ് വേർഡ്സ് ആണല്ലേ. ഇനി അവേ, പ്ലേ ഇത്രയുമാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന റൈമിംഗ് വേർഡ്സ്. ഇതല്ലാതെയും വേർഡ്സ് ഉണ്ടെങ്കിൽ ദയവായിട്ട് അത് കമന്റ് ആയിട്ട് എന്നെ അറിയിക്കുക. How do you feel after finishing a task that you have done well? നിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ടാസ്ക് നല്ല ക്ലിയർ ആയിട്ട് വൃത്തിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യാറ്? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫീലിംഗ് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, I feel happy, proud and satisfied after finishing a task that I have done well. What are some of the things you do every day that helps you stay calm and focused? നമുക്ക് കാം ആയിരിക്കാനും ഫോക്കസ്ഡ് ആയിരിക്കാനും വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെയാ? Every day I wake up early, follow a timetable, complete my homework on time, avoid distractions and take short breaks. These habits help me stay calm and focused. And what about you? Think and answer. Okay? Think and discuss. What do you like doing in your free time? നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യാനാ ഇഷ്ടം? ടി വി കാണാനാണെന്നൊന്നും പറയരുത് കേട്ടോ. നല്ല കുട്ടികള് ടി വി ഒക്കെ കൃത്യമായിട്ട് ഒരു ടൈമിൽ മാത്രമേ കാണുള്ളൂ. രാവിലെ മുതൽ വൈകുന്നേരം വരെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ടി വി ഒന്നും കാണാൻ പാടില്ല. പിന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് ഇതിന് ആൻസർ ചെയ്യാ. In my free time, I like reading storybooks, playing outdoor games, listening to music, and spending time with my family and friends. These activities help me relax and feel happy. Let's learn. Match the words with their meanings. Might. എന്താണ് മൈറ്റിന്റെ മീനിങ്? മൈറ്റി ആനിമൽ അല്ലെ? മൈറ്റ്. മൈറ്റ് മീൻസ് സ്ട്രെങ്ത് ഓർ പവർ. യൂസ്ഫുൾ, ഹെൽപ്ഫുൾ ഓർ ബെനിഫിഷ്യൽ, നമുക്ക് ഉപയോഗമുണ്ടാവുക. മൊമെന്റ്സ്, ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, ആ ഒരു മൊമെന്റ്സില് അങ്ങനെ പറയില്ലേ. നൗ യൂസ് ദ വേർഡ്സ് ആൻഡ് ഫ്രെയിം മീനിങ്ഫുൾ സെന്റൻസസ്. ഈ വേർഡ്സ് ഉപയോഗിച്ചിട്ട് ഓരോരുത്തരും മീനിങ്ഫുൾ സെന്റൻസസ് ഉണ്ടാക്കുക. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. മൈറ്റ്. ദ എലിഫന്റ് യൂസ്ഡ് ഓൾ ഇറ്റ്സ് മൈറ്റ് ടു പുൾ ദ ഹെവി ലോഗ്. Useful. A dictionary is very useful for learning new words. Moments. We enjoyed many happy moments during our picnic. Let us speak. Describe what everyone is doing in the picture. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ടല്ലേ. കുറെ ആളുകളും കുറെ ജീവികളും കുറെ കാര്യങ്ങളും ഉണ്ട്. ഇവരൊക്കെ എന്താണ് ഇതിൽ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനിവിടെ ഒരു എക്സാമ്പിൾ ഒക്കെ തന്നിട്ടുണ്ട്. Who is or are doing what? First, two girls. രണ്ട് പേരുള്ളത് കൊണ്ട് are. Two girls are going to school. ആ woman ഒരാളാണ്, ഒരു ലേഡി, അതാണ് ആ woman. Is typing on computer. ഈ ചിത്രത്തിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, രണ്ട് ഗേൾസ് സ്കൂളിലേക്ക് പോകുന്നുണ്ട്, ഒരാള് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. യൂസിംഗ് ദ above sentence structure, create sentences of your own. Write at least 7 sentences in your notebook. ഇത് നിങ്ങൾ ഓരോരുത്തരും സ്വന്തമായി ചെയ്യേണ്ടതാണ്. ഈ ചിത്രത്തിൽ നോക്കി ഇതുപോലെയുള്ള സെന്റൻസുകൾ ഉണ്ടാക്കുക. ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ ഈസ്, ഒന്നോ അതിലധികമോ ആളുകൾ ഉണ്ടെങ്കിൽ ആർ. ഇതുപോലെയുള്ള സെന്റൻസ് ഉണ്ടാക്കി നോക്കിയാലോ. ഗേൾ ഈസ് ലുക്കിംഗ് അറ്റ് ദ റെയിൻബോ. എവിടെയാണ് ഈ ചിത്രത്തില്? ഇവിടെ ഒരു ഗേള് ഈ റെയിൻബോ നോക്കുന്നുണ്ട്. ഇനിയോ a girl is playing hopscotch. ഇവിടെ താഴെ hopscotch പ്ലേ ചെയ്യുന്നുണ്ട്. ഇനി a girl is working on a computer. ഇത് നമ്മൾ ഓൾറെഡി എക്സാമ്പിളിൽ കണ്ടു. Two children are going to school. A juggler is juggling colorful balls. ഇവിടെ ഉണ്ടല്ലേ. ഇനിയോ
ഫിഷ് ആൻഡ് ടേർട്ടിൽ ആർ സ്വിമ്മിങ് ഇൻ ദ പോണ്ട്. ഈ പോണ്ടില് ഫിഷും ടേർട്ടിലും സ്വിം ചെയ്യുന്നുണ്ട്. A man is riding a camel. ആ ക്യാമലിന്റെ കൂടെ വാക്കിംഗ് എന്ന് വേണമെങ്കിലും എഴുതാം. അതിന്റെ മുകളിൽ കയറി റൈഡ് ചെയ്യല്ലാത്തത് കൊണ്ട് a girl is climbing a ladder. ഇവിടെ ഒരു ലാഡർ ഉണ്ട്. ഗേൾ അതിൽ ക്ലൈംബ് ചെയ്യുന്നുണ്ട്. ഇനിയോ two women are holding the ladder. രണ്ട് സ്ത്രീകൾ താഴെ ഗേൾസോ ലേഡീസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങളുടേതായ രീതിയിൽ എഴുതാം. അപ്പൊ two women are holding the ladder. A monkey is sitting on the tree. ഇത് കണ്ടു കഴിഞ്ഞാൽ മങ്കിയെ പോലെയൊന്നും ഇല്ലെങ്കിലും മരത്തിന്റെ മുകളിലാണല്ലോ. മേ ബി എ മങ്കി. A woman is swinging on a swing. ഇവിടെ ഒരു സ്വിംഗ് ഉണ്ട്. അതിലൊരാള് സ്വിംഗ് ചെയ്യുന്നുണ്ട്. An aeroplane is flying in the sky. ഇവിടെ ഒരു എയ്റോപ്ലെയിൻ ഉണ്ട്. അതുപോലെ a kite is flying in the sky. അത് കഴിഞ്ഞിട്ട് birds are flying in the sky. നിങ്ങൾ ഓരോരുത്തരും ഈ ചിത്രത്തിൽ നോക്കി നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഈ സെന്റൻസ് ക്രിയേറ്റ് ചെയ്ത് എഴുതുക. Let us listen. The case of missing L. Read aloud the following lines. All that you do, do with all your might. Things done by halves are never done right. All. All എന്ന് പറയുന്ന സമയത്ത് AL ഒറ്റ L ആണെങ്കിലും നമ്മൾ all എന്നാ പറയുക. രണ്ട് L ആണെങ്കിലും all എന്ന് തന്നെയാണ് നമുക്ക് വായിക്കാൻ പറ്റുക അല്ലെ. അപ്പൊ ഇവിടെ ഒരു L ഉണ്ടെങ്കിലും നമ്മൾ അതിന്റെ സൗണ്ട് എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നില്ല. അത് സൈലന്റ് ആണ് ഇവിടെ. അതുപോലെ സെക്കൻഡ് ലൈനിലും ഒരു all ഉണ്ട് അല്ലെ. ഇനി മൂന്നാമത്തെ ലൈനില് things done by halves. ഇവിടെ halves എന്നാണ് പറയുന്നത്. ഇവിടെയും L സൈലന്റ് ആണ്. Lന്റെ ഒരു സൗണ്ട് പോലും ഹാഫില് വരുന്നില്ല. ചില വേർഡ്സ് അങ്ങനെയാണ്. അതിൽ ചില ലെറ്റേഴ്സ് ഉണ്ടാവും. പക്ഷെ ആ ലെറ്ററിനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അതിന്റെ സൗണ്ട് ഉണ്ടാവില്ല. അതിനെ സൈലന്റ് ലെറ്റേഴ്സ് എന്ന് പറയും. Your teacher will read aloud a few words to you. Circle the words in which you don't hear L sound. ഇവിടെ L സൗണ്ട്. ലീവ് L കേൾക്കാമല്ലേ. കാം കാമില് L കേൾക്കാൻ പറ്റില്ല. പെയിൽ L കേൾക്കാം. ജയിൽ L കേൾക്കാം. പാം L കേൾക്കാൻ പറ്റുന്നില്ല. ഹാൾ ഹാളില് ഒരു L കേൾക്കാം. ഒരു L സൈലന്റ് ആണ്. ക്ലീൻ L കേൾക്കാം. കാഫ് കാഫിൽ L കേൾക്കില്ല. ഷെൽഫ് കേൾക്കാം. ചോക്ക് ചോക്കില് L കേൾക്കുന്നില്ല. ടോക്ക് കേൾക്കുന്നില്ല. സിൽക്ക് കേൾക്കാം. ബാം കേൾക്കാൻ പറ്റില്ല. പ്ലം കേൾക്കാം. സെൽഫ് കേൾക്കാം. ഈ റൗണ്ട് ചെയ്തിരിക്കുന്ന വേർഡ്സിലൊന്നും അത് വായിക്കുന്ന സമയത്ത് L കേൾക്കാൻ പറ്റില്ല. Let us write. Write down your daily routine in the space given below. Tick if they are work or play. നിങ്ങൾ ഓരോരുത്തരും ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ഇതിൽ എഴുതുക. ഫോർ എക്സാമ്പിൾ 6:30 AM wake up and brush my teeth. 7 AM get ready for school. ഇങ്ങനെ എഴുതുകയാണ്. ഇതില് wake up and brush my teeth അതൊരു വർക്ക് ആണ്. അത് പ്ലേ അല്ല. get ready for school അത് വർക്ക് ആണ്. ഇനി ഈവനിങ് തിരിച്ചു വന്നിട്ട് നിങ്ങൾ പ്ലേയിങ് ടൈം ഉണ്ടാവുമല്ലോ. അത് എഴുതുന്ന സമയത്ത് ആ ഒരു പ്ലേയിങ് ടൈം നിങ്ങൾക്ക് പ്ലേ ആയിട്ട് ടിക്ക് ചെയ്യാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്ലേയിങ് ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിലും നിങ്ങൾക്ക് ടിക്ക് ചെയ്യാം. ഇത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ റുട്ടീൻ അനുസരിച്ച് എഴുതുക. Now write the above routine as paragraph. നമ്മൾ നേരത്തെ എഴുതിയിരിക്കുന്ന ഓരോ ടൈമും ഒരു ടേബിൾ ആയിട്ട് എഴുതിയിട്ടുണ്ടല്ലേ. ഇനി അത് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് പാരഗ്രാഫ് ആക്കി നോക്കാം. I begin my day at. നിങ്ങൾ ഓരോരുത്തരും എത്ര മണിക്ക് എണീക്കുക? നമുക്ക് 6:30 എന്ന് എഴുതാം. I begin my day at 6:30 AM. അതിനുശേഷം എന്തായിരുന്നു? I brush my teeth. I brush my teeth. നിങ്ങൾ വൃത്തിയായിട്ട് എഴുതുക. And then അതിനുശേഷം take bath. After this എന്താ ചെയ്യുക? I
have my breakfast. Have my breakfast. പിന്നെ ബൈ ഡാഷ് എം ഐ റെഡി ഫോർ, സ്കൂളിലേക്ക് റെഡി ആവാൻ പോവാണ്. ഏകദേശം ഒരു 7:45. By 7:45 am I am ready for school. My mother helped me to, നിങ്ങളുടെ അമ്മ നിങ്ങളെ എന്തിനൊക്കെയാ ഹെൽപ്പ് ചെയ്യാറ്? മേ ബി pack my bag, school bag, and then I leave for school at 8 am. അല്ലേ? ഇതുപോലെ തന്നെ സ്കൂളിൽ എത്തിയതിനു ശേഷം ഈ ടൈമിംഗ് ഒക്കെ ഫില്ല് ചെയ്യുക. പിന്നെ തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യുന്നതെന്ന് ഒരു പുതിയ പാരഗ്രാഫ് ഇവിടെ എഴുതുക. Let us do. Guess the following riddles. കുറെ റിഡിൽസ് ഉണ്ടല്ലോ. നിങ്ങളൊക്കെ റിഡിൽസിൽ ഭയങ്കര എക്സ്പേർട്സ് ആയിരിക്കും അല്ലേ? 30 white horses on a red hill. Now they chomp, now they stomp, now they stand still. ഇതിന്റെ ആൻസർ ആണ് teeth, your teeth. നിങ്ങളുടെ വായിലുള്ള 30 white teeth on a red hill. ഇവിടെ ഗം ആണ് red hill. Now they chomp, now they stomp എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ chew ചെയ്യുന്ന സമയത്തുള്ള ഓരോ ആക്ഷൻസ് ആണ്. And now they stand still. അപ്പൊ ആൻസർ എന്താണ്? Teeth. Next, tall lady in a white frock with a yellow face and red nose. The longer she stands, the shorter she grows. ഇതിന്റെ ആൻസർ ആണ് candle. കാൻഡിലിന്റെ വൈറ്റ് വാക്സ് ആണ് അതിന്റെ വൈറ്റ് ഫ്രോക്ക്. അതിന്റെ ഫ്ലെയിമിനെയാണ് യെല്ലോ ഫേസും റെഡ് നോസും എന്ന് പറയുന്നത്. എത്ര ലോങ്ങർ അത് കത്തി നിൽക്കുന്നോ അത്ര ഷോർട്ടർ ആയിട്ട് അത് മാറും. ഹാർഡ് ആൻഡ് ബ്രൗൺ ഔട്ട്സൈഡ്, soft and white inside. Who am I? Coconut. ഇത് കോക്കനട്ട് ആണ്. Use the space to draw activities that you enjoy doing in holidays. You may also paste pictures from old newspapers or magazines. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളികളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി എഴുതുകയും അതിന്റെ ചിത്രം വരയ്ക്കുകയൊക്കെ ചെയ്യാം. ഇപ്പൊ ക്രിക്കറ്റ് ഒക്കെ കളിക്കുകയാണെങ്കിൽ ക്രിക്കറ്റിന്റെ ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് മാഗസിനിലൊക്കെ കാണുകയാണെങ്കിൽ അത് വെട്ടിയിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. അങ്ങനെ ചാപ്റ്റർ 4 വൺ തിങ് അറ്റ് എ ടൈം ഇവിടെ കഴിയുകയാണ്. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് വായിച്ചൊക്കെ പഠിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ എനിക്ക് കമന്റ്സ് ആയിട്ട് അയയ്ക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.